ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി രസമാണ്. നമുക്ക് നല്ലൊരു രസം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുരുമുളക്, ജീരകം, ഉലുവ. നമുക്ക് നല്ലോണം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പഴുത്തത്. അതുകൂടി നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പുളി വന്നിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് രസത്തിന് ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ രസം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൻ്റെ അടപ്പും കൂടെ മാറ്റി കൊടുക്കുക, കാരണം രസം തിളച്ച് പൊങ്ങി ഗ്യാസിൻ്റെ മുകളിൽ കൂടെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. കാരണം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. നല്ല രീതിയിൽ രസം അങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നിയത് കാരണം കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചതാണ്, അതുകൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ രസത്തിന് വേറൊരു രുചി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിനി അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് അതൊന്ന് വറുത്തിടാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ജീരകം, ഉലുവ, വറ്റൽമുളക് അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില എത്രത്തോളം ചേർക്കണം അത്രത്തോളം രസത്തിൻ്റെ സ്വാദ് കൂടും. അപ്പോൾ നമ്മൾ രസത്തിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും രസം ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്